സിനിമ ചെയ്യും തോറും നമുക്ക് ആഗ്രഹമാണ്, അടുത്തടുത്ത കഥാപാത്രത്തേക്ക് നമുക്ക് ആഗ്രഹമാണ്. ഒത്തിരി കഥാപാത്രങ്ങൾ ലാലേട്ടൻ ചെയ്തു. ലാലേട്ടൻ ഇനിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏത് ഒരു കഥാപാത്രത്തിലായിരിക്കും ഒരു ആഗ്രഹമുള്ളത്? ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ, ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സങ്കടം വരില്ലേ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കാറില്ല. ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് ഇതുവരെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഒരു അഡ്വക്കേറ്റിൻ്റെ റോൾ ചെയ്യണമെന്ന്, പക്ഷെ അത് കിട്ടി അല്ലേ. ഇപ്പോൾ എന്താണ് മലൈക്കോട്ട് ബാലിബൻ എന്ന് പറയുന്ന ഒരു ഇതുവരെ നടക്കാത്തൊരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ടൈമോ സ്പേസോ ഇല്ലാത്തൊരു യോദ്ധാവിൻ്റെ കഥയാണ്. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. ഒരു കഥ പറഞ്ഞു വന്നപ്പോൾ അതിലേക്ക് അങ്ങ് മാറി. ഇപ്പം ഞാനൊരു ഡയറക്ടർ ആകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അപ്പം നമ്മൾ ചെയ്തപ്പോൾ ഒരു 3D ഫിലിം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ, ആരും ചെയ്യാത്തൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു മറ്റു പല ആക്ടേഴ്സും ഇന്ത്യയിൽ ആരും ചെയ്തിട്ടില്ല, പുറത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല 3D ഫിലിമായിട്ട്. അപ്പം അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതാണ്. ഞങ്ങൾ ലൂസിഫർ പറഞ്ഞില്ലേ, ഞാനൊന്നും ആഗ്രഹിക്കാറില്ല, കാരണം ആഗ്രഹിച്ച എനിക്കത് കിട്ടും. അതെ, അങ്ങനെയുണ്ട്. എനിക്ക് കിട്ടുന്നുണ്ട്, പിന്നെ അതുകൊണ്ട് അതൊക്കെ അപ്പൊ കിട്ടിയില്ലേ സങ്കടം വരുന്നതാണ്. അല്ല, അത് കറക്റ്റാണ്. ഒന്നും ആഗ്രഹിക്കാറില്ല, ആഗ്രഹിച്ചാൽ അല്ലാതെ തന്നെ കിട്ടും. എന്തോ ലൂസിഫറിന്റെ കാര്യം പറഞ്ഞു, എങ്ങനെയാ പറഞ്ഞത്? ലൂസിഫറിന്റെ കാര്യം എന്തോ പറഞ്ഞു. അല്ല, ലൂസിഫർ എന്നുള്ള സിനിമ അതൊരു ഉണ്ടായ സിനിമയാണ്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ആ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് അതിന്റെ അടുത്ത സിനിമയിലേക്കുള്ള യാത്രയായിരുന്നു. അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാര്യം അതിനേക്കാളും വലിയൊരു സിനിമ ചെയ്യണമെന്നാണ്. ആ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയെ വെളിയിലേക്ക് അറിയിക്കുക എന്നുള്ളൊരു ധർമ്മം കൂടെ നമുക്കുണ്ട്. അപ്പം അതിലേക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു കമ്പനിയാണ് ആശീർവാദ്. അതിൽ അഭിനയിക്കുന്ന ഒരാളാണ് ഞാൻ. കൃത്യമായ ഉത്തരമാണ്. സിദ്ദീഖായി ലാലേട്ടൻ പറഞ്ഞു ഉത്തരവാണോ? എനിക്ക് കൃത്യമായ ഉത്തരവായിട്ട് എനിക്ക് തൃപ്തനായി. കൃത്യമായ ഉത്തരം അവിടെ സജീവത ഇപ്പൊ നിർത്താൻ നല്ല ഇതിൽ പോലെ കൈ കാണിക്കാൻ. സിദ്ദീഖായി ഞാൻ ചോദിച്ചത്, സിദ്ദീഖ് നിങ്ങൾ എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ സിദ്ദീഖ പറഞ്ഞു തരാനുണ്ട്, പ്രിയൻ സാറ് പറഞ്ഞാൽ ഒരു സിനിമ എന്തുണ്ടായാലും ഒന്നും ടെൻഷൻ ഇല്ലാതെ ലാലേട്ടൻ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനം എൻ്റെ അടുത്ത് പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ തമ്മിൽ സംസാരിച്ചത്. സിനിമ കഴിയുമ്പോൾ ലാലേട്ടൻ മറ്റ് കഥാപാത്രത്തിലേക്ക് പോവുകയാണ്. അതെന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിലേക്കും ലാൽ അങ്ങനെ തന്നെ ഇരിക്കും എന്ന് പ്രിയൻ സാറ് പറഞ്ഞൊരു കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടനെ കുറിച്ചുള്ള ഒരു പോസിറ്റീവ്, ഏറ്റവും പോസിറ്റീവായിട്ട് സിദ്ദീഖാക്ക് തോന്നിയ ഒരു പോസിറ്റീവ് വശം എന്ന് പറയും. ഇപ്പൊ ചോദിച്ചാലുള്ള മറുപടി പറഞ്ഞതൊക്കെ തന്നെ. ഇതിനേക്കാൾ പോസിറ്റീവായിട്ട് എന്താ നമുക്ക് പറയാനുള്ളത്? എന്ത് കാര്യങ്ങളും അങ്ങനെ കാണുന്ന ആളാണ്. ഒന്നിനെ പറ്റിയും ഒരു വേവലാതിയോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ ലാലുവായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത് ലോകത്ത് ആദ്യമായിട്ട് സിദ്ദീഖ് നല്ല ഉണ്ടാകുന്നത്. ഇതുപോലെ എത്രയോ പേർക്ക് ഇതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ നിങ്ങൾക്ക് മാത്രമാണോ ഇത് ഇങ്ങനൊരു ഇത് സംഭവിച്ചിട്ടുള്ളത്? അങ്ങനെയല്ല, പലർക്കും പലരുടെയും ജീവിതത്തിൽ പല കാര്യങ്ങൾ വരും. ഇതിനേക്കാൾ വലിയൊരു കാര്യം വന്നിരുന്നെങ്കിലോ, നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടായ കാര്യം ഇങ്ങനെ ആയിരുന്നെങ്കിലോ. അപ്പം അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അതൊക്കെ നമ്മുടെ യാത്രയിൽ ഇങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുണ്ടാകും. അത് കഴിയുമ്പോൾ നമ്മളങ്ങ് വിട്ടേക്കുക. അത് കഴിയുമ്പോൾ വേറെ നല്ല കാര്യങ്ങൾ വരും. അത് എനിക്ക് വേറെ രീതിയിൽ ചിന്തിക്കാൻ പ്രേരണ തന്ന ഒരു കാര്യമാണ്. അപ്പൊ അതാണ് ഞാൻ ലാലിന്റെ ഒരു പോസിറ്റിവിറ്റി ആയിട്ട് കാണുന്നത്. നല്ല ചേഞ്ച് ആണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നീതൂസ് അക്കാദമി, India's #1 language academy.